ടാറ്റ ഗ്രൂപ്പിന്റെ പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ ടാറ്റ ക്യാപിറ്റൽ ലിമിറ്റഡ് സ്വർണ്ണ വായ്പ രംഗത്തേക്ക്. കേരളത്തിലെ പ്രമുഖ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ യോഗക്ഷേമം ലോൺസ് ലിമിറ്റഡിന്റെ ടാറ്റ ക്യാപിറ്റൽ ഏറ്റെടുത്തു. ഇതിലൂടെ സംസ്ഥാനത്തെ സ്വർണ്ണ വായ്പാ ബിസിനസ്സിലേക്കാണ് ടാറ്റ ക്യാപിറ്റൽ പ്രവേശിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള യോഗക്ഷേമത്തിന്റെ 4 സംസ്ഥാനങ്ങളിലെ ശാഖാ ശൃംഖലയിലേക്കാണ് ടാറ്റ ക്യാപിറ്റൽ പ്രവേശിച്ചത്. കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 162 ശാഖകളുള്ള യോഗ് ലോൺസിന്റെ മാനേജ്മെന്റിലുള്ള ആസ്തികൾ 700 കോടിയിലധികമാണ്. അനുയോജ്യമായ സമയത്ത് ഇരു കമ്പനികളും തമ്മിൽ ലയിപ്പിക്കുന്നത് പരിഗണിക്കുമെന്ന് യോഗ് ലോൺസ് MD-യും CEO-യുമായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ടാറ്റ എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കേരളത്തിലെ ഒരു കമ്പനി അക്വയർ ചെയ്യാന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു മൈൽ സ്റ്റോൺ ആണ്. അങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമീപഭാവിയിൽ എന്തായാലും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഗുണം കിട്ടുക എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനാണ്. കാരണം ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കോസ്റ്റ് കൂടുതലായിരിക്കും. ടാറ്റ എന്നുള്ള സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് എപ്പോഴും കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ ഞങ്ങളുടെ എംപ്ലോയീസിനെ സംബന്ധിച്ചും വലിയൊരു ബെനിഫിറ്റാണ്. ഫ്യൂച്ചർ എക്സ്പാൻഷൻ കൂടുതലും നമ്മൾ ദക്ഷിണേന്ത്യയിലെ എല്ലായിടത്തും ഉണ്ടാവും, അതിൻ്റെ കൂടെ കേരളത്തിലും ഉണ്ടാവും. നിലവിൽ യോഗ് ലോൺസ് ഏകദേശം 32,000 സ്വർണ്ണവായ്പ ഉപഭോക്താക്കൾക്ക് സേവനം നൽകി വരുന്നുണ്ട്. നിലവിലെ ധാരണപ്രകാരം ടാറ്റ ക്യാപിറ്റൽ യോഗ ലോൺസിലേക്ക് 93 കോടിയോളം രൂപ മൂലധന നിക്ഷേപം നടത്തും. ഇതിനു പുറമെ നിലവിലെ ഓഹരി ഉടമകളിൽ നിന്ന് വില കൊടുത്ത് ഓഹരികളും വാങ്ങും. ടാറ്റ ക്യാപിറ്റൽസിന് യോഗ് ലോണിന്റെ 88.5% ഓഹരി ഉടമസ്ഥാവകാശം കൈവരും. യോഗ ലോൺസിന് ഏകദേശം 320 കോടി രൂപയുടെ മൂല്യമാണ് കണക്കാക്കിയിട്ടുള്ളത്. ജനം, കൊച്ചി.